ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മളവിടെ സെമി കണ്ടക്ടർ ഡയോഡ്സിന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവിടെ നമ്മൾ റെക്ടിഫയേഴ്സിനെ കുറിച്ച് നമ്മളോട് പഠിച്ചു, അതുപോലെ തന്നെ ഫിൽറ്റർ സർക്യൂട്ടുകളെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത്? ഓക്കെ, റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എ സി സിഗ്നൽസിനെ എന്നോട് കൺവേർട്ട് ചെയ്യുക, ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എ സി ടു ഡി സി എന്ന് പറയുന്ന മെക്കാനിസം ആണ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ആ ഒരു റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടന്നത്? ഓക്കെ, റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു റെക്ടിഫിക്കേഷൻ എന്ന് നമ്മളിവിടെ പറഞ്ഞു. ദെൻ അതിനുശേഷം ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് അവിടെ പൾസേറ്റിംഗ് ഡി സീസ് നമ്മളവിടെ കണ്ടു. അതായത് പൾസേറ്റിംഗ് ഡി സി, അതായത് ഔട്ട്പുട്ടിൽ അവിടെ പൾസസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പൾസസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? നമ്മളവിടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽറ്റർ സർക്യൂട്ട്സ് നമ്മളവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ട്സിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അടുത്ത ടോപ്പിക്കാണ് നമുക്കിവിടെ നോക്കേണ്ടത്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് ആണ്. ഓക്കെ, എന്താണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ? ഓക്കെ, മൾട്ടിപ്ലയേഴ്സ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മളൊരു ബാറ്ററി കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരു ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററി, നമ്മൾ ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററി നമുക്കൊരു 1.5 വോൾട്ട് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് 9 വോൾട്ട്, 12 വോൾട്ട്, ഇതൊക്കെയാണ് ഒരു ബാറ്ററി സോഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പവർ എന്ന് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. പക്ഷേ ചില ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ വോൾട്ടേജ് വേണ്ടി വരും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു നമുക്കിപ്പോൾ നമ്മുടെ മസ്കിറ്റോ ബാറ്റ് നിങ്ങളറിയാലോ, നമുക്ക് കൊതുകിനെയൊക്കെ നമ്മൾ ഓട്ടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാറ്റ് ഉണ്ടല്ലോ, മസ്കിറ്റോ ബാറ്റ് എന്ന് വാങ്ങുന്നത്. ശരിക്കും അതിനകത്തിരിക്കുന്ന ഒരു 12 വോൾട്ടിന്റെ ഒരു റീചാർജബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് അതിൽ വെക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനെക്കാട്ടിയും കൂടിയ വോൾട്ടേജ് ഉള്ള ബാറ്ററീസ് വെക്കാൻ അതിന്റെ ഫെസിലിറ്റീസ് അതിനകത്ത് വരുന്നില്ല. സോ മെക്കാനിക്സ് എന്ത് ചെയ്യുന്നു, നമുക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റേണ്ടി വരും. സോ അതിന്റെ ഒരു കമ്പോണൻസ് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് നമ്മളവിടെ വയ്ക്കുന്ന ഒരു 12 വോൾട്ടിന്റെ ബാറ്ററി അല്ലെങ്കിൽ 6 വോൾട്ടിന്റെ ബാറ്ററിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 12 വോൾട്ട് ബാറ്ററി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളവിടെ കൊതുകിനെ കൊല്ലുന്നത് എങ്ങനെ അറിയാമോ? നമ്മൾ ആ കൊതുകിനെ അവിടെ കൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ 2 മെഷ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, 2 മെഷ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ പോസിറ്റീവ് ചാർജസും മറ്റൊന്ന് നെഗറ്റീവ് സൈഡിൽ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ കൊതുക് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇത് ഡിസ്ചാർജ് ചെയ്യും. ഒരു ഹൈ പൊട്ടൻഷ്യലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹൈ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൊതുക് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അവിടെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു ഫ്ലാഷ് സംഭവിക്കും. അതിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഷോക്ക് വരും. അങ്ങനെയാണ് കൊതുക് അവിടെ ചാകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊതുകിനെ അങ്ങനെ ആ ഒരു നമുക്ക് എന്തെങ്കിലും കൊല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും ഇവിടെ 12 വോൾട്ട് അല്ല എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഒരു 12 വോൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് ആ മസ്കിറ്റോനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്ന അറിയാവോ, നമ്മൾ ഈ വോൾട്ടേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 12 വോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ സെവറൽ തൗസൻഡ് വോൾട്ട്സിലോട്ട് നമ്മൾ മാറ്റും. ഓക്കെ, കാരണം റേറ്റിംഗ്സ് കുറവായിരിക്കും. 7000 വോൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന കേസാണ് നമ്മൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയാം. അപ്പോൾ വാട്ട് യു മീൻ ബൈ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്? അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആ കൊതുക് ബാറ്റിൽ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ വോൾട്ടേജ് മൾട്ടിപ്ലയർ. നമ്മൾ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, അല്ലാതെ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ടി വി, ഓൾഡ് CRT ടിവികളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഇൻസ്ട്രുമെന്റുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സിനെ പറഞ്ഞല്ലോ. ഓക്കെ, വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു. ഈ ഒരു വോൾട്ടേജ് മൾട്ടിപ്ലയർ വെച്ചിട്ട് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. അത് എന്ത് ചെയ്യുന്നത് അറിയാമോ? ഒരു AC പവറിനെ, ഓക്കെ, AC പവറിനെ എന്ത് ചെയ്യും, AC പവറിനെ ഒരു ലോവർ DC-യിൽ നിന്നും എന്ത് ചെയ്യും, ഹയർ DC-യിലോട്ട് മാറ്റും. ഓക്കെ, ഹയർ DC-യിലോട്ട് എന്ത് ചെയ്യും, അവിടെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ AC പവറിനല്ല സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, AC പവറിനെ DC-യിലോട്ട് ആക്കും. DC എന്ത് ചെയ്യും, അവിടെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഓക്കെ, AC-നെ എന്ത് ചെയ്യണം, ആദ്യം DC-യിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അതിനെ ഹയർ DC വാല്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അവിടെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇൻഡക്ടേഴ്സ് ഇൻഡക്ടേഴ്സ് കോമൺലി യൂസ് ചെയ്യത്തില്ല. നമ്മൾ എക്സാമ്പിൾ വരുമ്പോൾ കപ്പാസിറ്റേഴ്സും ഡയോഡ്സും പറഞ്ഞാൽ മതി. ഓക്കെ, കപ്പാസിറ്റേഴ്സും ഡയോഡ്സും ആണ് എന്ത് ചെയ്യും, നമ്മളോട് കോമൺലി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സും അതുപോലെ തന്നെ ഡയോഡ്സും എന്ത് ചെയ്യാറുണ്ട്, നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് നമ്മളിവിടെ എന്ത് ചെയ്ത് നിർമ്മിക്കാനായിട്ട് എടുക്കുന്നത്.
സോ ഇതിൽ തന്നെ നമുക്ക് ഒരു ചെറിയ വോൾട്ടേജ് ഫ്യൂ വോൾട്ടിൽ നിന്നും എന്ത് നിർമ്മിക്കാൻ പറ്റും? ഫ്യൂ വോൾട്ടേജിൽ നിന്നും നമുക്കവിടെ മില്യൺസ് ഓഫ് വോൾട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. മില്യൺസ് ഓഫ് വോൾട്ട്. അപ്പോൾ ചെറിയ വോൾട്ടേജുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെവറൽ മില്യൺസ് ഓഫ് വോൾട്ടോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ദ വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്സ്. വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തെ നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്. എന്നറിയപ്പെടുന്നത് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്. മൾട്ടിപ്ലയേഴ്സ്. വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് എന്ന് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് എന്ത് അവിടുത്തെ വോൾട്ടേജ് മൾട്ടിപ്ലയർ. അപ്പോൾ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂന്നായിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 3. കോമൺലി എന്ത് ചെയ്യുന്നു? മൂന്നായിട്ട് നമ്മളവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് മൾട്ടിപ്ലയറിന്റെ 3 ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡബ്ലേഴ്സ് ആണ്. വോൾട്ടേജ് ഡബ്ലേഴ്സ്. DOUBLERS. വോൾട്ടേജ് ഡബ്ലേഴ്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ട്രിപ്പിൾസ് ആണ്. ട്രിപ്പിളേഴ്സ്. വോൾട്ടേജ് ട്രിപ്പിളേഴ്സ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വോൾട്ടേജ് ക്വാഡ്രപ്ലേഴ്സ് ആണ്. വോൾട്ടേജ് QUADRUPLERS. ക്വാഡ്രപ്പിൾസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ബേസിക്കലി വരുന്നത്. വോൾട്ടേജ് ഡബ്ലേഴ്സ്, വോൾട്ടേജ് ട്രിപ്പിളേഴ്സ്, വോൾട്ടേജ് ക്വാഡ്രപ്ലേഴ്സ്. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു 3 ഡിവിഷൻസ് വന്നിട്ടുണ്ട്. ഈ 3 ഡിവിഷൻസ് വന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് വീണ്ടും നമുക്ക് ഫർദർ ആയിട്ട് അവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതായത് ഫർദർ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹാഫ് വേവ് എന്നും ഫുൾ വേവ് എന്നാണ്. എന്താണ്? ഹാഫ് വേവ് എന്നും അതുപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് വൺ ഫുൾ വേവ്. ഫുൾ വേവ്. അപ്പോൾ ഹാഫ് വേവ് എന്നും ഫുൾ വേവ് എന്നും നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ. അതായത് ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ. ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ. അപ്പോൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിന്റെ സർക്യൂട്ടറി ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റേഴ്സും ഡയോഡ്സും യൂസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വോൾട്ടേജ് ഡബ്ലേഴ്സ് അല്ലെങ്കിൽ ട്രിപ്പിളേഴ്സ് ഒക്കെ നമ്മൾ അവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഇൻപുട്ട് നമ്മൾ പറഞ്ഞു എന്താണ്? AC സിഗ്നൽസ് ആണ് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നത്. സോ കണക്റ്റഡ് ടു ഇൻപുട്ട് സെക്ഷൻ AC. AC സെക്ഷൻ ഇൻപുട്ട് കൊടുത്തു. അതിനുശേഷം ഈ സർക്യൂട്ട് നോക്കുക. സർക്യൂട്ടിൽ 2 ഡയോഡ്സും 2 കപ്പാസിറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരു ഡയോഡ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ഞാൻ ഒരു ലോഡ് റെസിസ്റ്റർ കൂടെ കണക്ട് ചെയ്യാം. ലോഡ് റെസിസ്റ്റർ ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഡയോഡ് കൂടി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? അവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത കപ്പാസിറ്റർ ഞാൻ C1 എന്ന് കൊടുക്കുന്നു. ഇവിടെ കണക്ട് ചെയ്ത കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? അവിടെ D1 D2 എന്ന് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ D1 എന്ന് കൊടുക്കുവാണ്. ഇത് ഞാൻ ഇവിടെ C2 എന്ന് കൊടുക്കുവാണ്. ഇത് ഞാൻ ഇവിടെ RL എന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്ന കണക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സർക്യൂട്ടൊക്കെ നിങ്ങൾ നിർമ്മിച്ച് നോക്കുവാണെങ്കിൽ ഒറിജിനൽ ചെയ്യുവാണെങ്കിൽ പ്രിക്വേഷൻസ് എടുത്തോളണം. കാരണം സെവറൽ മില്യൺ വോൾട്ട്സ് ആണ് ഇവിടെ വരുന്നത്. സിവിയർ ഇഷ്യൂസ് വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇലക്ട്രിക് ഷോക്കിന്റെ ഒരു ടെൻഡൻസി അവിടെ നമുക്ക് വരേണ്ട പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇത്തരം സർക്യൂട്ടുകൾ നിങ്ങളിപ്പോൾ ഇത് കണ്ടതിന് ശേഷം യൂട്യൂബ് നോക്കി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രിക്വേഷൻസ് അതനുസരിച്ച് എടുത്തിട്ട് വേണം എന്ത് ചെയ്യുക? ഇത്തരം എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്. കാരണം ഇത് വോൾട്ടേജ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ചെറിയൊരു വോൾട്ടേജ് കൊടുത്താൽ പോലും ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലാർജർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യണം? ഇത്തരം സർക്യൂട്ട്സുകൾ നമ്മൾ നിർമ്മിക്കാനായിട്ട്. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ. ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകും. നമ്മളിപ്പോൾ AC ഇൻപുട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ AC ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് വരും? നെഗറ്റീവ് സൈക്കിളും വരാം, പോസിറ്റീവ് സൈക്കിളും വരാം. ഇങ്ങനെ എന്ത് ചെയ്യാം? നെഗറ്റീവ് സൈക്കിൾ, പോസിറ്റീവ് സൈക്കിളാണ് AC പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടുത്തെ ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ. ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ACയുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് പോകുന്നതെങ്കിൽ ACയുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു D1 ഡയോഡ് എന്തായിരിക്കും? വിച്ച് വിൽ ബി ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. D1 ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഞാൻ ആദ്യം ഇവിടെ കൊടുക്കുന്നത്. സോ ആ ഒരു സമയത്ത് എന്തായിരിക്കും? D1
വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, ഫോർവേഡ് ബയാസ്ഡ് ആണ്. D1 എന്തിലാണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പോൾ D1 ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ D1 എന്ത് ചെയ്യും? ദാറ്റ് വിൽ കണ്ടക്ട്. ഓക്കെ, ദാറ്റ് വിൽ കണ്ടക്ട്. എപ്പോഴാണ്? ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലാണ് എന്ത് ചെയ്യുന്നുണ്ട്? D1 ഡയോഡ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് ആ ഒരു സമയത്ത് തന്നെ സൈമിൾട്ടേനിയസ്ലി ആയിട്ട് നമ്മുടെ D2 ഡയോഡ് എന്തിലായിരിക്കും? D2 ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസിങ്. ഓക്കെ, റിവേഴ്സ് ബയാസിങ്. അതെന്ത് ചെയ്തില്ല? നോ കണ്ടക്ഷൻ. ഓക്കെ, എന്ത് ചെയ്യുന്നില്ല? അതവിടെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായോ? ഒന്നാമത്തെ കേസിൽ ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളറിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുമ്പോൾ നമ്മുടെ ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്? D1 ഡയോഡ് അവിടെ ഫോർവേഡ് ബയാസിങ്ങിലുമാണ്. D2 ഡയോഡ് എന്തായിരിക്കും? ദാറ്റ് വിൽ ഇൻ റിവേഴ്സ് ബയാസിങ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കറണ്ട് എന്ത് ചെയ്യുന്ന അറിയാവോ? കറണ്ട് ഇതുവഴി ഇങ്ങനെ ഫ്ലോ ചെയ്യുക. ഓക്കെ, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സീന്ന കപ്പാസിറ്റർ കയറി എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകത്തില്ല. കാരണം എന്താ? ഇങ്ങോട്ട് ബ്ലോക്കാണ്. ഓക്കെ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. നേരെ ഇത് നമ്മുടെ D1 ഡയോഡ് വഴി പോയിട്ട് എന്ത് ചെയ്യും? ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചാർജ് ആകുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? കപ്പാസിറ്റർ അവിടെ ചാർജ് ആകുന്നു. വൺസ് അവിടെ ആ ഒരു കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ, ഓക്കെ, വൺസ് ആ ഒരു കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വാല്യൂ VMI വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു വോൾട്ടേജ് എവിടെ കിട്ടും? കപ്പാസിറ്ററിന് കിട്ടും. ഓക്കെ, കാരണം കപ്പാസിറ്റർ ചാർജ് ഹോൾഡ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റർ എന്ത് ചെയ്യും? നമ്മളെ D1 ഡയോഡ് ഫോർവേഡ് ബയാസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്ത് എന്ത് ചെയ്യും? കപ്പാസിറ്ററുടെ ചാർജ് ആവും. ചാർജ് ആവുന്ന വോൾട്ടേജ് ആണ് എത്ര എന്ന് പറയുന്നത്? VM എന്ന് പറയുന്ന വോൾട്ടേജ്. ഓക്കെ, VM വോൾട്ടേജിലാണ് എന്ത് ചെയ്യുന്നത്? അതവിടെ ചാർജ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്തു? ചാർജ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മുടെ ഈ ഒരു ഡയോഡ് എന്താണ്? ഇവിടുത്തെ D2 ഡയോഡ് നമുക്ക് അവിടെ ആബ്സെന്റ് എന്ന് പറയാം. കാരണം അവിടെ എന്ത് ചെയ്യില്ല? കണ്ടക്ഷൻ നടക്കത്തില്ല. ഇത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കണ്ടക്ട്. അപ്പോൾ നമുക്ക് ഇക്വലന്റ് ആയിട്ട് ഒരു സർക്യൂട്ട് അവിടെ വരയ്ക്കാം. കേട്ടോ, ഇതിന് വേണ്ടിയിട്ട് ഒരു ഇക്വലന്റ് ആയിട്ട് ഒരു സർക്യൂട്ട് വരയ്ക്കാം. അതായത് ഒന്നാമത്തെ സെക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിൽ സർക്യൂട്ട് ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആക്റ്റീവ് ചെയ്യുന്നത്. സർക്യൂട്ട് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഈ ഒരു ഡയോഡ് മാത്രം ഉള്ളതുപോലെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ആ AC ഇൻപുട്ട് കൊടുക്കുന്നു. നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ക്ലോസ് സർക്യൂട്ട് അങ്ങോട്ട് പോകത്തില്ല. ഗേറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യത്തില്ല? അതിന് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ കപ്പാസിറ്ററുമായിട്ട് ഇപ്പോൾ യാതൊരു റിലേഷനും ഇല്ല. ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നിൽക്കുന്നത്. ഇവിടെ ഫ്രീ ആയിട്ട്, കാരണം കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇത് ഒന്നാമത്തെ കേസ്. ആ സമയത്താണ് നമ്മുടെ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്തത്? അവിടെ ചാർജ് ആയി വന്നത്. ഓക്കെ, ആ ഒരു കപ്പാസിറ്റർ അവിടെ ചാർജ് ചെയ്തു. ഇനി ഇതേ കേസ് തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് സൈക്കിൾ നോക്കാം. ഓക്കെ, അടുത്ത ഹാഫ് സൈക്കിളിൽ. അപ്പോൾ സെക്കൻഡ് ഹാഫ് സൈക്കിൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് സൈക്കിൾ, ഓക്കെ, അതായത് പോസിറ്റീവ് സൈക്കിൾ പോകുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്ന അറിയാവോ? നമ്മുടെ D1 ഡയോഡ് റിവേഴ്സ് ബയാസിംഗിലായി മാറും. എന്തിലായി മാറും? D1 ഡയോഡ്. അതായത് ഇൻ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ D1 ഡയോഡ് എന്തായിട്ട് മാറും? റിവേഴ്സ് ബയാസ്ഡായിട്ട് മാറും. ഓക്കെ, റിവേഴ്സ് ബയാസ്ഡ് ആവും. അപ്പോൾ അവിടെ എന്തായിരിക്കും? നോ കണ്ടക്ഷൻ. ഓക്കെ, അവിടെ കണ്ടക്ഷൻ വരത്തില്ല. നോ കണ്ടക്ഷൻ ആണ്. അതേസമയം തന്നെ നമ്മുടെ D2 ഡയോഡ് എന്തിലായിരിക്കും? D2 ഡയോഡ് വിച്ച് വിൽ ബി ഇൻ ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, എന്തിനാണ്? ഫോർവേഡ് ബയാസിംഗ്. അവിടെ എന്ത് സംഭവിക്കും അറിയാവോ? അവിടെ കണ്ടക്ഷൻ സംഭവിക്കും. ഓക്കെ, കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നോ കണ്ടക്ഷനും കണ്ടക്ഷനും. മനസ്സിലായോ? അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യും? ചാർജ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത്, ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ D2 ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് D1 ഡയോഡാണ്. ഓക്കെ, D2 ഡയോഡ് എന്ത് ചെയ്യുന്നത്? അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടുത്തെ സർക്യൂട്ട് എങ്ങനെയായിട്ട് മാറും? ആ സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ കപ്പാസിറ്റർ അവിടെ വരും. കാരണം എന്തുകൊണ്ട്? നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി എന്ത് ചെയ്യുന്നു? നമ്മൾ D2 ഡയോഡ് നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുന്നു. D2 ഡയോഡിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മളൊരു റെസിസ്റ്ററോട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു VM എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ടായിരുന്നു. VM എന്ന് പറയുന്നത് എന്തിന്റെ വോൾട്ടേജാ? VM എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ VM ഈസ് ദ വോൾട്ടേജ്. നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത വോൾട്ടേജ്. ഓക്കെ, ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ C1 ഡയോഡ് എന്ത് ചെയ്തു? അവിടെ സ്റ്റോർ ചെയ്തു. ആ ഒരു വോൾട്ടേജ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. D1 ഡയോഡ് കണ്ടക്ട് ചെയ്ത കാരണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സൈക്കിൾ ആവുന്ന സമയത്ത് D1 ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുമില്ല. ആര് കണ്ടക്ട് ചെയ്യുന്നു? D2 ഡയോഡ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, that is now the D1 diode is in reverse biased condition and D2 diode is in forward biased condition. Okay, അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ ശരിക്കും എന്ത് ചെയ്യുവാണ്? ഇവിടെ ഈ ഒരു രീതിയിൽ ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രീതിയിൽ അവിടെ കറണ്ട് ഫ്ലോ നടക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു തവണ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്കൊരു VM വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അത് ഏതിന്റെ വോൾട്ടേജ്? നമ്മൾ ഈ കപ്പാസിറ്റർ അവിടെ ചാർജ് ആയി നിൽക്കുന്ന വോൾട്ടേജ്. അതിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ക്രിച്ച്ഹോഫിന്റെ വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്രിർച്ചോഫിന് 2 ലോസ് ആണുള്ളത്. എന്തൊക്കെയാണ്? കെവിഎൽ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ കെസിഎൽ എന്ന് 2 ലോസ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം കെസിഎൽസും കെവിഎലും. ഓക്കെ. അപ്പോൾ കെവിഎല്ലും കെസിഎലും ക്രിർച്ചോഫിന്റെ വോൾട്ടേജ് ലോയും കറന്റ് ലോയും. അപ്പോൾ വോൾട്ടേജ് ലോ പറയുന്നത് ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ സം ഓഫ് ദ കറന്റ് എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. ഇവിടുത്തെ സം ഓഫ് ദ കറന്റ് നോക്കാം. ഒരു കറന്റ് എന്തിന്റെ കറന്റാ? ഒരു കറന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വിഎം എന്ന് പറയുന്ന കറന്റാണ്. സോറി വോൾട്ടേജ് കേട്ടോ. കറന്റ് അല്ല വോൾട്ടേജ്. ഓക്കെ. അടുത്ത കപ്പാസിറ്റർ അക്രോസ് ഒരു വിഎം വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ നമുക്കിവിടെ നമ്മളിങ്ങനെ മെഷ് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫ്ലോയിലാണ് ഇന്ന് കറന്റ് അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജസ് നമ്മൾ നോക്കുമ്പോൾ -വിഎം അതുപോലെ തന്നെ -വിഎം വീണ്ടും ഒരു മൈനസ് വരും. ഈ ലൈൻ വെച്ച് നോക്കുമ്പോൾ ഓക്കെ -വിഎം പിന്നെ ഇത് +VC2 ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട് +VC2. അപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് റേറ്റിംഗ്സ് എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് ഈസ് -വിഎം +VC2 എന്ന് കിട്ടും. വിച്ച് വിൽ ബി ഈക്വൽ ടു 0 ആണ്. അതെന്താണ്? ഈക്വൽ ടു 0 ആണ്. സോ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് VC2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ വരും. ഇപ്പുറത്ത് വരുമ്പോൾ അത് എന്ത് കിട്ടും? നമുക്കിവിടെ 2വിഎം എന്ന് കിട്ടും. എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? 2വിഎം. അപ്പോൾ നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ എന്താണ്? നമുക്കവിടെ 2വിഎം എന്തിട്ടുണ്ട്? അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ചാർജ് കപ്പാസിറ്റർ ഓൾറെഡി ചാർജ് ചെയ്ത കപ്പാസിറ്റർ ഒരു ബാറ്ററി സോഴ്സ് പോലെ ആക്ട് ചെയ്യുന്നില്ലേ? ആ ഒരു സമയത്ത് ഈ ഒരു വോൾട്ടേജും മനസ്സിലായോ? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എസി വോൾട്ടേജും നമ്മുടെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജും എന്ത് ചെയ്യുന്നു? അവിടെ ആഡ് അപ്പ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് എന്ത് കിട്ടുന്നത്? വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഹിയർ ദ ചാർജ് കപ്പാസിറ്റർ ഈസ് ഇൻ സീരീസ് വിത്ത് ദ വോൾട്ടേജ് വിഎം. ഓക്കെ. ദർ ഈസ് എ സീരീസ് സർക്യൂട്ട് ആൻഡ് D2 C2 ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അത് ആഡ് ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈക്കിളിലെ കേസിലെ ഈ 2വിഎം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വോൾട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും? ഇവിടെ ഇതിങ്ങനെ ചാർജിങ് ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് എന്ത് ചെയ്യും? വോൾട്ടേജ് ഡബിൾ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു സർക്യൂട്ടിനെ വോൾട്ടേജ് ഡബിൾ കണ്ടോ? നമ്മൾ ഇൻപുട്ട് കൊടുത്തിരുന്ന വിഎം എന്ന് പറയുന്നത് ജസ്റ്റ് വോൾട്ടേജാണ്. ഓക്കെ. പക്ഷേ ഇപ്പോൾ എന്തായിട്ട് മാറി? ഒരു സർക്യൂട്ട് നമ്മൾ കൊടുത്തപ്പോൾ നമ്മുടെ ഒരു കപ്പാസിറ്ററും ഒരു ഡയോഡും കൊടുത്ത സമയത്ത് എന്തായിട്ട് മാറി? അവിടെ 2വിഎം എന്നായിട്ട് മാറി. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ദ വോൾട്ടേജ് ഡബിൾസ്. വോൾട്ടേജ് എന്ത് ചെയ്തു? അവിടെ ഡബിൾ ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? വോൾട്ടേജ് ഡബിളർ എന്ന് പറയുന്ന സർക്യൂട്ട്സ്. ഇതിപ്പോൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനാണ്. കാരണം ഹാഫ് ഇതുകൊണ്ട് എന്ത് ചെയ്തേ? അവിടെ നമുക്കിത് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഒരു ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നു നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് നടക്കുവാണ് അവിടെ? വോൾട്ടേജ് ഡബ്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വർക്ക് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത്? ഈസ് കോൾഡ് നോൺ ആസ് ദ വോൾട്ടേജ് ഡബ്ലർ. ഓക്കെ. അപ്പോൾ ഇതവിടെ നോക്കുക. ഇനി നമുക്ക് ഈ വോൾട്ടേജ് ഡബ്ലറിൽ തന്നെ ഇത് നമുക്ക് എന്താണ് ഫുൾ വേവിന്റെ കേസ് അവിടെ നോക്കണം. ഓക്കെ. ഇതവിടെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫുൾ വേവിന്റെ കേസ് നോക്കാം. ഫുൾ വേവ്. അപ്പോൾ നേരത്തെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഒരു ഡയോഡാണ് ഫസ്റ്റ് കൊടുത്തിരുന്നത്. സോ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. സോ അവിടെ നമുക്ക് 2 ഇത് യൂസ് ചെയ്യാം. 2 ടെർമിനൽസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മൾ ആദ്യം ഒരു ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? ഒരു ഡയോഡ് തിരിച്ച് കണക്ട് ചെയ്തിരിക്കാം. ഓക്കെ. റിവേഴ്സ് ഡയറക്ഷനിൽ കണക്ട് ചെയ്തിരിക്കാം. ഓക്കെ. ദെൻ ഇവിടെ നമുക്ക് എസി കൊടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഒരു എസി ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. എസി ഇൻപുട്ട്. ഓക്കെ. എസി ഇൻപുട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ഇവിടുന്ന് ഈ ഒരു ലീഡ് ഇവിടെ എത്തുന്നത് നമ്മുടെ ഒരു കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യും. 2 കപ്പാസിറ്റേഴ്സ് നമുക്കിവിടെ കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അവിടെ 2 കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്തു? ഇവിടെ കണക്ട് ചെയ്തു. ദെൻ ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ഇവിടെയാണ് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ഇതിവിടെ ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്തേക്കാം. ഓക്കെ. ഈ ഒരു ജമ്പർ കണക്ഷൻ വെച്ച് ഇങ്ങനെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫുൾ വേവ് വോൾട്ടേജ് ഡബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കും. അതുപോലെ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യും. ഇവിടെ എസി സിഗ്നൽസ് കൊടുക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 ഫോർവേഡ് ബയസ് ഡയറക്ഷനിലായിരിക്കും. D1 എന്ന് വെച്ചാൽ ഈ ഡയോഡാണ് കേട്ടോ. D1 എന്ന് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ D2 എന്ന് പറയുന്ന ഡയോഡ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ D1 എന്തായിരിക്കും? ഫോർവേഡ് ബയാസിംഗിലായിരിക്കും. D2 എന്തായിരിക്കും? വിച്ച് ഈസ് ഇൻ റിവേഴ്സ് ബയാസിംഗ്. ആ കണ്ടീഷൻ എന്ത് ചെയ്യത്തില്ല? ഇവിടെ കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സൈക്കിളിൽ C1 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചാർജ് ആകുന്നുണ്ട്. C1 അവിടെ ചാർജ് ആകുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ആകുന്ന സമയത്തോ അവിടെ എന്ത് ചെയ്യും? C2 എന്ത് ചെയ്യും? അവിടെ ചാർജ് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ടോട്ടൽ നേരത്തെ ചെയ്ത പോലെ തന്നെ -വിഎം -വിഎം VL എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നതാണ് VL ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VL എന്ന് വെച്ചിട്ട്. ഓക്കെ. VL എന്ന് കിട്ടും. VL ഈക്വൽ ടു 0 കിട്ടും. ഓർ VL ഈസ് ഈക്വൽ ടു 2വിഎം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും എന്ത് കിട്ടുന്നുണ്ട്? അവിടെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്ട് പറ്റും. അതായത് വിഎം മീൻസ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്.
ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വരുന്ന കറണ്ട് എത്രയാണ്? 230 വോൾട്ട് അല്ലേ? 230 വോൾട്ട് എസി. ഈ 230 വോൾട്ട് എസി ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഇക്വേഷൻ കൊടുത്ത് നോക്കിക്കേ. വിഎല്ലിന്റെ വാല്യൂ വിഎൽ ഈസ് ഈക്വൽ ടു 2 വിഎം ആണ്. അപ്പോൾ 230 ഇൻറ്റു 2 വിഎം. ഓക്കെ. 230 ഇൻറ്റു 2 വിഎം മീൻസ് 2. ഓക്കെ. 230 ഇൻറ്റു 2 എത്ര വരും? 620. ഓക്കെ. വിഎമ്മിന് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. 620 അല്ല. ഒരു വാല്യൂ നമ്മൾ നോക്കണം. ഈ വിഎം എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് വിആർഎംഎസ് ആണ്. ഓക്കെ. √2 ഇൻറ്റു വിആർഎംഎസ് ആണ് വിഎം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചായിരുന്നു. ഓക്കെ. വിഎം ഈസ് ഈക്വൽ ടു എന്താണ്? അതായത് വിആർഎംഎസ് ഈസ് ഈക്വൽ ടു വിഎം ബൈ √2. ഓക്കെ. വിഎം ബൈ √2. ഓക്കെ. അപ്പോൾ നമ്മൾ കാണുന്ന ഈ 230 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? 230 വോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ വിആർഎംഎസ് വാല്യൂ ആണ്. അപ്പോൾ വിആർഎംഎസ് വാല്യൂ ഇൻറ്റു √2 ചെയ്യണം. ഓക്കെ. വിഎം ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് കണ്ടോ? അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇക്വേഷനിൽ എന്ത് വരും? ഒരു √2 കൂടി ഇവിടെ വരും. ഓക്കെ. അങ്ങനെ 230 ഇൻറ്റു ബാക്കി എന്ത് വരും? വിആർഎംഎസ് വാല്യൂ ഇൻറ്റു √2 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 620 സംതിങ് ആണ്. 620 ചെറിയ വേരിയേഷൻ ഉണ്ട് അതിൽ. 230 അല്ലേ? അപ്പോൾ 230 ഇൻറ്റു √2 ഇൻറ്റു 2. ഓക്കെ. ഏകദേശം ഒരു 650 വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. 650 വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ സ്റ്റെപ്പ്. അതായത് ഞാനൊരു 230 വോൾട്ടേജ് ഈ സർക്യൂട്ടിൽ ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കുമ്പോൾ, ഓക്കെ, 230 വോൾട്ടേജ് ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കുന്നു. എനിക്ക് ഔട്ട്പുട്ടിൽ എത്ര കിട്ടും? 650 വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ കിട്ടുന്നത്. ഓക്കെ. ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യും? വോൾട്ടേജ് അവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡബിൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇത് ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഡിസി ആണ് നമുക്ക് കിട്ടുന്നത്. സോ അത് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് പല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഇതിൽ പിന്നെ കറണ്ട് റേറ്റിംഗ്സ് വളരെ കുറവായിരിക്കും. ഓക്കെ. വോൾട്ടേജ് കൂടുന്നെങ്കിലും കറണ്ട് എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. അപ്പോൾ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഹൈ വോൾട്ടേജ് വേണം. ഓക്കെ. ഏകദേശം 650 സംതിങ് വോൾട്ടേജ് ഒക്കെ വേണം. പക്ഷേ കറണ്ട് എന്ത് മതി? കുറച്ച് മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന കേസസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് വരുവാണെങ്കിൽ നമ്മുടെ ടിവി സിഗ്നൽസിൽ, ഓക്കെ, ടിവി റഡാർ സിസ്റ്റം. ഇപ്പോൾ ടിവി ഇപ്പോഴത്തെ ടിവി അല്ല, മുൻപത്തെ സിആർടി ടിവിയിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ റഡാർ സിസ്റ്റത്തിലൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളോട് ഏകദേശം ഒരു 1000 ടു 3000 വോൾട്ടേജ് റേഞ്ചസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളവിടെ ഇതവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. ഈ ഒരു ഇത് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഫിസിക്സിൽ, ഓക്കെ, ഫിസിക്സ് നമുക്ക് എനർജി ഫിസിക്സ് ഒക്കെ ഉണ്ട്. അതായത് മാറ്റേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കവിടെ ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ആക്സിലറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ അത്രത്തോളം എന്ത് ചെയ്യണം? എനർജി നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇത്തരം വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് ആണ്. വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് നമുക്ക് 2 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? അവിടെ വരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് വോൾട്ടേജ് ട്രിപ്ലേഴ്സ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കണം. ഓക്കെ. അപ്പോൾ അവിടെ 3 വിഎം വരുന്ന കേസാണ് വോൾട്ടേജ് ട്രിപ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂട്ടിൽ ചെറിയൊരു വേരിയേഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദർ ഇസ് വോൾട്ടേജ് ട്രിപ്ലർ. ഓക്കെ. അപ്പോൾ വോൾട്ടേജ് ട്രിപ്ലറിൽ എന്ത് വരും? നമുക്കവിടെ ഒരു 3 വിഎം ആണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ ഔട്ട്പുട്ട് സെക്ഷനിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ വീണ്ടും ഒരു കപ്പാസിറ്റർ ഉണ്ട്. 3 ഡയോഡ്സ് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ. ഇവിടെ ഞാനൊരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. അടുത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാനൊരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. അടുത്ത് എന്ത് ചെയ്യാണ്? ഇവിടെ ഞാനൊരു വീണ്ടും ഒരു ഡയോഡ് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ 3 ഡയോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 3 ഡയോഡ്സ് കണക്ട് ചെയ്തു, 2 കപ്പാസിറ്റേഴ്സും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ ഈ ഒരു കേസിൽ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും. ഓക്കെ. എന്താണ് കൊടുക്കേണ്ടത്? എസി സിഗ്നലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. എസി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷൻ വരെ നോക്കുമ്പോൾ, ഓക്കെ, ഇതിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ. 3 കപ്പാസിറ്റേഴ്സും 3 ഡയോഡ്സും ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻപുട്ട് സെക്ഷൻ തൊട്ട് ഈ കപ്പാസിറ്ററിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഇതെന്താണ്? ഡബ്ലർ ആണ്. ഓക്കെ. എന്താണ്? വോൾട്ടേജ് ഡബ്ലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് അവിടെ 2 വിഎം വരും. ഓക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ അനലൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നതെങ്കിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? അവിടെ ട്രിപ്ലർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. അതായത് ഒരു 2 വിഎം പ്ലസ് എന്തുകൂടി വരുന്നുണ്ട്? ഒരു വിഎം കൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെ എന്ത് കിട്ടും? 3 വിഎം കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് എന്ത്? വോൾട്ടേജ് ട്രിപ്ലർ എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? 3 വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ
ഇൻപുട്ട് വോൾട്ടേജ് -3 ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ D1 ഡയോഡ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ D1 ഡയോഡാണ്. ഇത് നമ്മുടെ D2 ഡയോഡാണ്. ഓക്കെ. ഇത് ലാസ്റ്റ് കണക്ട് ചെയ്യുന്ന ഡയോഡ്. ഓക്കെ. D3 വേണമെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ D1 ഡയോഡ് ഫോർവേഡ് ബയാസിലാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ആവും. അടുത്ത് എന്ത് ചെയ്യും? പോസിറ്റീവ് സൈക്കിൾ വരും. അപ്പോൾ D1 റിവേഴ്സ് ആവും. D2 ചാർജ് ആവും. C2 എന്ത് ചെയ്യും? C2 D2നെ ചാർജ് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നോക്കുന്ന സമയത്ത് D3 മൂന്നാമത്തെ ഡയോഡ്. ഓക്കെ. ഇത് D3 ആണ്. D3 ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് ലാസ്റ്റ് കേസിൽ ഫോർവേഡ് ബയാസിംഗ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യും? അവിടെ നമുക്ക് C3 എന്ത് ചെയ്യും? D3 അവിടെ ചാർജ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? സിക്സാക് മാനറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചാർജിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടലി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Vm പ്ലസ് 2Vm എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. എന്ന് എഴുതാം. ഈക്വൽ ടു 3Vm എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. ഇത് സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ. സിംപ്ലിഫൈഡ് ആയിട്ട് ഇതുപോലെ വരയ്ക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ഈസി ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ. 2 കപ്പാസിറ്റേഴ്സ് വരയ്ക്കുക. ദെൻ ഇവിടെ ഒരു കപ്പാസിറ്റർ താഴെ വരയ്ക്കുക. ഓക്കെ. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക? ഡയോഡ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. കണ്ടോ? ഈ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യണം? ഇവിടെ കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമുക്കവിടെ വോൾട്ടേജ് എന്ത് ചെയ്യും? D1 D2 D3 എന്ത് ചെയ്യും? നമ്മൾ എത്രത്തോളം ഇങ്ങനെ കൂടുന്നുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്മൾ ക്വാർട്ടർ പോൾസ്, വോൾട്ടേജ് ക്വാർട്ടർ പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ക്വാർട്ടർ പോൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ, അതായത് 3ൽ കൂടുതൽ എന്ത് ചെയ്യും? അവിടെ സർക്യൂട്ട്സ് വരും. ഓക്കെ. അപ്പോൾ എത്ര സർക്യൂട്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റർ ഡയോഡ്സ് ആഡ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും? വോൾട്ടേജ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു സർക്യൂട്ട് അവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് മൾട്ടിപ്ലൈസ്. അപ്പോൾ ഇത്രയും കറക്റ്റ് ആയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ചോദിക്കുക. ഓക്കെ. താങ്ക്